ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്നും നമ്മൾ ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യണത്. വാലന്റൈൻ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു 4 ബോട്ടിലാട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി അളവായിട്ട് നമ്മൾ ആക്രിലിക് പെയിൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ചോക്ക് പെയിൻ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോക്ക് പെയിൻ്റ് ആകുമ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചറാണ്. ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടെക്സ്ചറാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കാതെ സാധാരണ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ബോട്ടിൽ ഫുള്ളായിട്ട് 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ചോക്ക് പെയിൻ്റ് ആകുമ്പോൾ നമ്മൾ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു കവറേജ് ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം 2 കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴയ ക്ലോത്താണ്. അപ്പം നല്ല ഭംഗിയുള്ള ചെക്കുള്ള ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പേപ്പറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള 2 ഹാർഡ് ഷേപ്പിൻ്റെതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ചെക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതും അത് സ്റ്റിക്ക് ചെയ്യുന്ന ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാനത് ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഹാർഡ് ഷേപ്പ്. അപ്പോൾ എന്നിട്ട് നമ്മളെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അത് ഈ ഒരു ബോട്ടിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ അവിടെ മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ചോക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നല്ല ചെക്കായിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബോട്ടിൽ വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്ലാക്ക് കളർ സാറ്റിൻ റിബണും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള 1ാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ ബ്രെഡിൻ്റെ അതുപോലെ ചില്ലി പൗഡറിൻ്റെ ഒക്കെ കവറുകളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ അതുപോലെ ഗോൾഡൻ പിങ്ക് കളർ അപ്പോൾ ആ ഒരു കളറൊക്കെ ഉള്ള കവറുകളൊക്കെ നോക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഹാർട്ട് ഷേപ്പും അതുപോലെ ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ഹാർട്ടുകൾ യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോൺസ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാലന്റൈൻ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണോ വേണ്ടതെന്ന് ബോട്ടിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ തിന്നായിട്ടുള്ള 2-3 ഹാർഡ് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പം നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ കാണാനായിട്ട്. പിന്നെ അതുപോലെ റെഡ് കളറ് ഒരു ഫുള്ള് ഫില്ലായിട്ടുള്ള ടൈപ്പ് ഹാർഡ് ഷേപ്പ് ഞാൻ അതിൻ്റെ മേലായിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറിന്ന് യു ആൻഡ് മീന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗോൾഡൻ കളർ. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈസിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണോ തോന്നുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി അതുപോലെ തന്നെ ആ ഒരു ബാക്കി ഒരു കട്ടിങ്സൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അതിപ്പോൾ നമ്മളിങ്ങനെ പഴയ വേസ്റ്റ് ആയിട്ടുള്ള കവർ ഒട്ടിച്ചു കൊടുത്താന്ന് തോന്നില്ല കേട്ടോ. അത്രയും നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ട് അത് കുറച്ച് പഴയ ഫാബ്രിക്കാണ്, റെഡ് കളർ ഇങ്ങനെ സാറ്റിൻ്റെ ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ പെറ്റലിൻ്റെ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പെറ്റലിൻ്റെ ഒരു ഷേപ്പിലൊന്നും വേണമെന്നില്ല കേട്ടോ. ഏകദേശം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബോട്ടിലിൽ അതിങ്ങനെ കാണുന്നു. അപ്പോൾ അവിടെ ഞാൻ വൈറ്റ് കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഹാർഡ് ഷേപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അപ്പം നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു റെഡും ഗോൾഡും സിൽവർ എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാനിവിടെ റെഡും വൈറ്റും ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ഹാർഡ് ഷേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സാറ്റിൻ റിബണിലേക്ക് ഇങ്ങനെ കോർത്തിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കവറൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് അല്ലാതെ ബോട്ടിൽ ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ കുഞ്ഞ് 2 ബോട്ടിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ബോട്ടിലേക്ക് ഞാൻ ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ ഒരു സമയത്തേക്ക് ഞാൻ അടുത്ത ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഫുള്ളായിട്ട് 2 കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ ഇപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പഴയ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡിൽ വൈറ്റ് കളറായിട്ടുള്ള നല്ലൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു വലിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് കുറച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വൈറ്റിൽ റെഡ് കളർ ഡോട്ടുള്ള കുറച്ച് ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ 2-3 ഹാർട്ട് ഷേപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചെറുത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 എണ്ണം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടെ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാബ്രിക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടാനും പിന്നെ ഒരു നല്ലൊരു ഡെക്കോപേജ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഇത് കിട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 ബോട്ടിലേക്കും ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു റെഡ് കളർ ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ച് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് അതിനിങ്ങനെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ചെറിയൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഫുള്ളായിട്ടല്ല, അങ്ങനെ വിട്ടിട്ടുള്ള ഒരു ലൈനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വൈറ്റ് കളർ ഫാബ്രിക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് ഇതുപോലെ തന്നെ ഞാൻ റെഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു വൈറ്റിലേക്ക് വൈറ്റ് ആയതുകൊണ്ട് അത്രയ്ക്കൊരു അട്രാക്ഷൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് തിക്കായിട്ട് തന്നെ അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു റെഡ് കളർ ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചുള്ള നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഒരു കുഞ്ഞ് ബോട്ടിലാണെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ചെറുതെന്ന് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഴയ ഫാബ്രിക് വെച്ചിട്ടൊരു 2 ബോട്ടിൽ ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ഫാബ്രിക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഞാനൊരു റെഡ് കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അത്രക്കൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അഴിച്ചു കൊടുത്തു. കാരണം ഒരു കുഞ്ഞി ബോട്ടിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വാലന്റൈൻ സ്പെഷ്യലായിട്ട് 4 ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.